സുഡാൻ കൂട്ടക്കൊല മനുഷ്യ മനസ്സുകൾ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. കാടത്വം വിട്ടുമാറാത്ത അധുനാതന മനുഷ്യർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം? 2023 ഏപ്രിൽ 15 തുടക്കം കുറിച്ച ഈ കലാപം ഇന്ന് അതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. സാഫും RSFും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഈ സുഡാൻ കൂട്ടക്കുരുതിയുടെ അല്ലെങ്കിൽ സുഡാനിലെ രക്തച്ചൊരിച്ചിലിൻ്റെ പശ്ചാത്തലമെന്ന് നമുക്ക് ചുരുക്കി പറയാം. സുഡാൻ ആംഡ് ഫോഴ്സ് അഥവാ സാഫ്, ഇതിൻ്റെ നേതാവ് അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനും അതുപോലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നേതാവ് ഹിന്ദി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഹംദി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഹംദാൻ ദഗാലോയും തമ്മിൽ തുടങ്ങിയ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ട്രാറ്റജിക് ഇംപേഷ്യൻസുമാണ് ഈ സുഡാൻ കലാപത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ഇതിൻ്റെ കാരണം. ഇതിന് ചരിത്രപരമായ ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത് RSFിനെ ദേശീയ സൈനിക സംഘമായ സാഫിൻ്റെ ഭാഗമായി അംഗീകരിക്കുകയും RSFിന് ഔദ്യോഗിക പരിവേഷം നൽകുകയും ചെയ്യണമെന്ന വാദമാണ് ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ എത്തി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ സുഡാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലം നമ്മൾ വിലയിരുത്തുമ്പോൾ 1956 ജനുവരി 1 ഒരു റിപ്പബ്ലിക് ഓഫ് സുഡാൻ എന്ന പേരിൽ ഒരു രാജ്യമായി മാറുന്നത്. അതിനു മുമ്പ് 1899 മുതൽ ബ്രിട്ടീഷ് ഈജിപ്ത് സൈന്യങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഭരിക്കുന്ന വലിയ ഒരു സാമ്രാജ്യമായിരുന്നു സുഡാൻ. അപ്പോൾ ആ ബ്രിട്ടീഷുകാർക്കെതിരെ അതുപോലെ ഈ ഈജിപ്ഷ്യൻ മലീഷ്യകൾക്കെതിരെ അവിടെ ഒരുപാട് പടയോട്ടങ്ങൾ നടന്നു, സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നു. അങ്ങനെ ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായാണ് 1956 രാജ്യം സ്വതന്ത്രമാവുന്നത്. പക്ഷെ രാജ്യം സ്വതന്ത്രമായെങ്കിലും അവിടെ സംഭവിക്കുന്നത് ഒരു സ്ഥിരമായ ഗവൺമെന്റോ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ അവിടെ സാധിച്ചില്ല. മാത്രമല്ല അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം 1956 തന്നെ ഇസ്മായിൽ അൽ അസ്ഹരി എന്ന വ്യക്തിത്വം സുഡാന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. പക്ഷേ അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ സാധിച്ചില്ല. തുടർന്നങ്ങോട്ട് 57ലും 58ലും ഒക്കെ സംഘർഷങ്ങൾ നടക്കുകയും വിപ്ലവങ്ങൾ വരികയും ചെയ്തു. 58ൽ ഇബ്രാഹിം അബൂദ് എന്ന സൈനിക നേതാവ് സൈനിക അട്ടിമറിയിലൂടെ സുഡാനിൽ വീണ്ടും കിരാതത്ത രീതി സൃഷ്ടിക്കപ്പെട്ടു. പിന്നീട് 64 ഒക്ടോബർ വിപ്ലവം, അതുപോലെ 69 മെയ് വിപ്ലവം, ഇങ്ങനെ തുടങ്ങി ധാരാളം സംഘർഷങ്ങൾ ഈ സുഡാനിൽ നടന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ തീർത്തും അസ്ഥിരമായ ഒരു ഗവൺമെന്റ് മാത്രം നിലനിന്ന പ്രദേശമാണ് സുഡാൻ എന്ന് നാം മനസ്സിലാക്കണം. തുടർന്ന് 1989 ഹസൻ തുറാബി എന്ന വിദേശ ലോകത്തൊക്കെ പഠിച്ച ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണയോടെ ഉമർ ബഷീർ എന്ന വ്യക്തിത്വം അധികാരത്തിൽ വരികയാണ്. അതോടുകൂടെ ഏകദേശം 30 വർഷത്തിലേറെ ഈ ഉമർ ബഷീർ സുഡാന്റെ നേതാവായി തുടർന്നു. അങ്ങനെ ഉമർ ബഷീർ പക്ഷേ അദ്ദേഹത്തിനെതിരെ ദാർഫൂറിലും അതുപോലെ തന്നെ ഇതര പ്രവിശ്യകളിലുമൊക്കെ പല കലാപങ്ങളും അദ്ദേഹത്തിനെതിരെ അരങ്ങേറുകയുണ്ടായി. അങ്ങനെയാണ് 1980കൾ അദ്ദേഹം ജഞ്ചവീദുകൾ ഉപയോഗിച്ചു. അഥവാ അന്നത്തെ ജഞ്ചവീദാണ് ഇന്ന് RSF ആയി മാറുന്നത്. അദ്ദേഹം തന്നെ താൽക്കാലിക നേട്ടത്തിനായി, ഇവിടെയാണ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, സ്വന്തം ഒരു താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിന് പോലും ഭീഷണിയാകുന്ന ആഭ്യന്തര കലാപത്തിന് നേതൃത്വം നൽകുന്ന ഒരു വിഭാഗത്തെ തൻ്റെ ഒപ്പം കൂട്ടിക്കൊണ്ട് അധികാരം സംരക്ഷിക്കാൻ വേണ്ടി ഉമർ ബഷീർ പരിശ്രമിക്കുകയാണ്. അങ്ങനെ ജഞ്ചവീദുകളുടെ അതിപ്രസരത്തോടുകൂടെ ഈ അധികാരം മുന്നോട്ട് പോവുകയും, പക്ഷേ 2019 ആയപ്പോഴേക്കും ഉമർ ബഷീറിനെ എതിർക്കാൻ വേണ്ടി RSFും അന്നത്തെ സാഫും ഒരുമിച്ച് കൂടുകയും ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തു. അതിനുശേഷം ഇന്നേ വരെ സുഡാനിൽ ഒരു സ്ഥിര സർക്കാർ അല്ലെങ്കിൽ ഒരു സുസ്ഥിരമായ ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചില്ല എന്നതാണ് സുഡാന്റെ ചരിത്രം. അങ്ങനെ 2019
ഒരു ജനകീയ സംഘർഷത്തോടുകൂടെ ഉമർ ബഷീറിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുകയും സുഡാൻ വീണ്ടും അരാജകത്വ വാഴ്ചയിലേക്കും ഒരു അസ്ഥിര ഗവൺമെന്റിന്റെ ഭാഗമായി മാറുകയും ചെയ്തു എന്നാണ് സുഡാനിലെ ആനുകാലിക വിശേഷങ്ങൾ. ഉസ്താദ്, എന്നാലും ഈ അസ്ഥിരതയുടെയും സംഘർഷത്തിന്റെയും അസ്തിത്വം എന്താണ്? അതെ, ഞാൻ അങ്ങോട്ട് തന്നെയാണ് കടന്നു വരുന്നത്. അഥവാ ആഗോള സമൂഹത്തിന്റെ കച്ചവട താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ നൂറ്റാണ്ടുകളുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ, നൗബിയൻ സംസ്കാരത്തിന്റെ, അതുപോലെ തന്നെ കുഷ്ക് സംസ്കാരത്തിന്റെ ഒക്കെ സൂഫി പാരമ്പര്യം പേറുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങൾ അവിടെയുണ്ട്. മാത്രമല്ല, ചെങ്കടലിന്റെയും സൂയസ് കനാലിന്റെയും ഭാഗത്ത് നിൽക്കുന്ന പോർട്ട് സുഡാനെ പോലുള്ള വലിയ ഒരു ലൊക്കേഷൻ ഇതിന്റെ കാരണമാണ്. അതിനൊക്കെ പുറമെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മൂന്നാമതായി സ്വർണ്ണഖനി ഏറ്റവും കൂടുതലുള്ള രാജ്യമാണിത് സുഡാൻ. ഈ സാമ്പത്തിക ധാതു ലവണങ്ങളിലൊക്കെ കണ്ണും നട്ടുകൊണ്ട് ആഗോള സാമ്രാജ്യ ശക്തികളും അതുപോലെ തന്നെ ആഗോള കച്ചവട താല്പര്യവുമാണ് യഥാർത്ഥത്തിൽ സുഡാൻ എന്ന രാജ്യത്തെ നശിപ്പിക്കുന്നതും. അതുപോലെ ആ രാജ്യത്ത് ഒരു സ്ഥിരമായ സർക്കാർ വരാതെ ഗോത്രങ്ങൾ പരസ്പരം തമ്മിലടിച്ചാൽ ഈ തമ്മിലടിയിലൂടെ കുട്ടനാടുകളെ പരസ്പരം മുട്ടിച്ചുകൊണ്ട് ചോര കുടിക്കാനുള്ള ചെന്നായയുടെ തന്ത്രം പോലെയാണ് ഇവിടെ ആഗോള സമൂഹം സുഡാനോട് പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം ആഫ്രിക്കൻ രാജ്യത്ത് ഏകദേശം 18,61,484 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള നൈൽ നദിയുടെ അഥവാ പ്രത്യേകിച്ചും ബ്ലൂ നൈലിന്റെയും അതുപോലെ തന്നെ വൈറ്റ് നൈലിന്റെയും സംഗമ സ്ഥാനമായി വിശേഷിപ്പിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൈലിന്റെ സംഗമസ്ഥാനം അല്ലെങ്കിൽ നൈൽ നദിയുടെ കുറിക്കുന്ന ഈ രാജ്യത്തിന്റെ ധാതു ലവണതയും അതുപോലെ അതിൻ്റെ സമ്പുഷ്ടതയും സമ്പന്നതയും ഒക്കെ മുതലെടുക്കാൻ വേണ്ടിയുള്ള കച്ചവട താല്പര്യക്കാരാണ് യഥാർത്ഥത്തിൽ സുഡാനിൽ ഈ സംഘർഷം അഴിച്ചുവിടാൻ മുന്നോട്ട് വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മാത്രമല്ല, 2021 റഷ്യയും സുഡാനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. അഥവാ പോർട്ട് സുഡാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ലോജിസ്റ്റിക് സ്റ്റേഷൻ സ്ഥാപിക്കാൻ റഷ്യ പ്ലാൻ ഇടുകയും വളരെ തന്ത്രപരമായി റഷ്യൻ പ്രസിഡന്റ് സുഡാൻ അധികൃതരെ കയ്യിലാക്കുകയും അങ്ങനെ അവിടെ തുടക്കം കുറിക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ പാശ്ചാത്യ ലോകത്ത് വലിയ ഭീഷണിയാണ്. കാരണം ലോക കച്ചവടത്തിന്റെ 1/3 ഭാഗം നടക്കുന്നത് നമുക്കറിയാം സൂയസ് കനാൽ ഉപയോഗിച്ചാണ്. ഈ സൂയസ് കനാലിന്റെ സംഗമസ്ഥാനമായ അതും ചെങ്കടലുമായി ഒരുമിച്ച് കൂടുന്ന പോർട്ട് സുഡാൻ അത് റഷ്യയുടെ പരിധിയിൽ വന്നാൽ അത് പാശ്ചാത്യ ലോകത്തിന്റെ കച്ചവട താല്പര്യങ്ങൾക്കും അവരുടെ സാമ്പത്തികമായ നേട്ടങ്ങൾക്കും മുതലെടുപ്പുകൾക്കും നഷ്ടമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വർണ്ണ വ്യാപാരം വളരെ ചീപ്പായ റേറ്റിൽ വളരെ നിസ്സാരമായ പണം കൊടുത്തുകൊണ്ട് ആഗോള സ്വർണ്ണ മാർക്കറ്റിലേക്ക് ഈ സ്വർണം എത്തിച്ചുകൊണ്ട് അതിനെ കോടിക്കണക്കിന് രൂപകളാക്കി മാറ്റുന്ന ലോക കച്ചവട തന്ത്രത്തിന്റെ ഭാഗമായാണ്. അഥവാ റഷ്യയുടെ ആധിപത്യം സുഡാനിൽ അവസാനിപ്പിച്ചുകൊണ്ട് പാശ്ചാത്യ സമൂഹം സുഡാനിൽ ആധിപത്യം ചെലുത്താനുള്ള ഒരു ഭാഗത്തിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് അവിടെയുള്ള സംഘർഷം. അപ്പോൾ അവിടെയുള്ള ചരിത്രപരമായ പശ്ചാത്തലങ്ങളുണ്ട്, ആഗോള സമൂഹത്തിന്റെ കച്ചവട താല്പര്യങ്ങളുണ്ട്, സുഡാന്റെ ലൊക്കേഷൻ ഇതിന്റെ കാരണമാണ്. അതുപോലെ ഈ കച്ചവട കണ്ണുകളുടെ കടുകക്ക അവരുടെ വളരെ ക്രൂരമായ രീതികളും അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി മനുഷ്യ രക്തങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ പട്ടികളെ പോലെ അവരെ കൊല്ലാമെന്ന് ചിന്തിക്കുന്ന ഒരു രീതി സുഡാൻ സംഘർഷത്തിന്റെ പിന്നിൽ നമുക്ക് കാണാവുന്നതാണ്. സംസാരത്തിനിടെ ഉസ്താദ് ജഞ്ചവീദികളെ കുറിച്ച് പറഞ്ഞു. ആരാണ് ഈ ജഞ്ചവീദ്? അതെ, അതൊരു നല്ല ചോദ്യമാണ്. ദാർഫൂർ എന്ന സുഡാൻ സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് നാം നേരത്തെ പരാമർശിച്ച ഇപ്പോഴത്തെ RSFന്റെ നേതാവ് അദ്ദേഹം തുടക്കം കുറിച്ച ഒരു സായുധ സംഘമാണ് ജഞ്ചവീദുകൾ. രണ്ട് ജിന്ന് അതുപോലെ ജവാദ്, ഈ 2 പദങ്ങളിൽ നിന്നാണ് ജഞ്ചവീദ് എന്ന കുതിരപ്പുറത്ത് കയറിയ പിശാചുക്കൾ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറിയ ഭൂതങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഈ സൈനിക അല്ലെങ്കിൽ ഈ മിലീഷ്യ അറ്റാക്കിന്റെ ഈ ഒരു മൂവ്മെന്റിന്റെ പ്രയോഗമായി നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ
ജംജവീദിന്റെ രൂപീകരണം സുഡാനിൽ ആഭ്യന്തര കലഹം സൃഷ്ടിച്ചുകൊണ്ട് അറബേതര മുസ്ലിമേതര സമൂഹത്തെ അടിച്ചൊതുക്കിക്കൊണ്ട് സമ്പൂർണമായും അവിടെ ചില താല്പര്യങ്ങൾ നടപ്പാക്കുക എന്നത് തന്നെയായിരുന്നു ജംജവീദിന്റെ രൂപീകരണ പശ്ചാത്തലം. അങ്ങനെ ഹിന്ദിയുടെ നേതൃത്വത്തിൽ ഈ ഒരു സംഘം രൂപീകരിച്ചപ്പോൾ 1980-കളിൽ ഹിന്ദിയെ സ്വന്തം പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് സുഡാൻ അധികാരി തന്നെ, പ്രധാനമന്ത്രി തന്നെ ഉപയോഗിക്കുകയും ഉമർ ബഷീർ അവരെ അധികാരത്തിലേക്ക് ഒരു കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഒരു പാരാമിലിറ്ററി, ഒരു പാരാസൈനിക സംഘമാക്കി ഇവരെ ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് യാഥാർത്ഥ്യം. നേരത്തെ ഷാക്കിർ ഹുദവി ഉസ്താദ് ചോദിച്ച പോലെ യഥാർത്ഥത്തിൽ ജൻജവീദുകൾ എന്ന് പറഞ്ഞാൽ അതൊരു സുഡാൻ പോലുള്ള രാജ്യത്ത് സിഹറിനെ കുറിച്ചുള്ള വിശ്വാസം അല്ലെങ്കിൽ അവിടെ ഈ മാരണവിദ്യയെ കുറിച്ചുള്ള വിശ്വാസമൊക്കെ വളരെ കൂടുതലാണ്. കണ്ണിലും അത് ഐനിലും അതുപോലെ സിഹറിലുമൊക്കെ നന്നായി വിശ്വസിക്കുന്ന സമൂഹം ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാത്രിയുടെ മറവുകളിൽ ലാട്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഷെയ്ഖ് ജിഫിരിയൊക്കെ അതിനെക്കുറിച്ച് നന്നായിട്ട് യമനിലെ പണ്ഡിതനായ ഷെയ്ഖ് ജിഫിരിയൊക്കെ വളരെ വ്യക്തമായി സൂഫി മേഖലകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഈ വിഷയത്തെ. ലാട്ടി നിങ്ങൾക്കൊരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ജൻജവീദുകൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് രാത്രിയുടെ മറവിൽ ജിന്നിന്റെ ശല്യമാണെന്ന് അറിവില്ലാത്ത സമൂഹത്തെ, ഇല്ലിറ്ററേറ്റ് ആയ നിരക്ഷരരായ സമൂഹത്തെ പേടിപ്പിച്ച് വരുതിക്ക് നിർത്താൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ 1980-കളിൽ ചില മൂവ്മെന്റുകൾ ഉപയോഗിച്ച ഒരു സംവിധാനമാണ് ജൻജവീദുകൾ. ഏതായാലും 1980-കളിൽ അവർ സർക്കാരിൽ മൃഗീയ ആധിപത്യം നേടുകയും അങ്ങനെ സാഫിന്റെ വലങ്കയായി വർക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇവർ 1980-കളിൽ ഇവർ തന്നെ 2019 ആയപ്പോഴേക്കും ഇവർ തന്നെ തങ്ങൾക്ക് പാലൂട്ടി വളർത്തിയ ഹസൻ തുറാബിയുടെ മൂവ്മെന്റിന് എല്ലാവിധ പിന്തുണയും നൽകിയ തങ്ങളെ പാലൂട്ടിയ കൈകൾക്ക് കടിക്കുന്ന പോലെ തന്നെ അവർക്കെതിരെ, അഥവാ സ്വന്തം പ്രസിഡന്റായ ഉമർ ബഷീറിനെ പുറത്താക്കുന്നതിനും ജൻജവീദുകൾ എന്ന RSFും സാഫും ഒരേ പാതയിൽ ഒരുമിച്ച് കൂടുകയും ജനകീയ പ്രക്ഷോഭത്തിന് ശക്തി പകരുകയും ചെയ്തു. അങ്ങനെ ഈ ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം ഉമർ ബഷീർ അധികാരത്തിൽ നിന്ന് പുറത്തുപോയ ശേഷം സുഡാനിൽ ഒരു സുസ്ഥിരമായ ഒരു ഭരണം നടത്താനോ ഭരണം സ്ഥാപിക്കാനോ സാധിച്ചില്ല. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാക്കിർ ഹുദവി, സൂഫി ഭരണലോകത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു യഥാർത്ഥത്തിൽ സുഡാൻ. അഥവാ ഷാദുലി തെരീഖത്ത്, ഖാദിരിയ തെരീഖത്ത്, തീജാനി തെരീഖത്ത് തുടങ്ങിയ തെരീഖത്തുകളുടെ എല്ലാമായ മടിത്തട്ടായിരുന്നു സുഡാൻ. അതുകൊണ്ട് തന്നെ ഈ സൂഫി പാരമ്പര്യം പേറുന്ന രാജ്യത്ത് ചില ബാഹ്യ ശക്തികൾ ഇടപെട്ടുകൊണ്ട് സൂഫിസത്തിൽ നിന്നും ജനങ്ങളെ പിന്നോട്ട് വലിക്കുകയും ലാട്ടി ഉപയോഗിച്ചുകൊണ്ട്, ലാട്ടി എന്ന് പറഞ്ഞ വടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഇത് പറയാറ്, ലാട്ടി ഉപയോഗിച്ചുകൊണ്ട് ജൻജവീദുകളുടെയും അതുപോലെ ചില സ്വാധീനങ്ങളിലൂടെയും ഈ ശക്തികളെ പുറംതള്ളാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ശക്തമായ സൂഫി പാരമ്പര്യം പേറുന്ന അഥവാ തീജാനി തെരീഖത്ത്, ഖാദിരിയ തെരീഖത്ത്, അതുപോലെ ഷാദുലി തെരീഖത്ത്, ഇതിൻ്റെയൊക്കെ കളിത്തൊട്ടിലായി വളർന്ന രാജ്യമാണ് സുഡാൻ. ഈ സുഡാനിൽ ചില പ്രത്യേകമായ ബാഹ്യശക്തികൾ വരികയും ലാട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ സമൂഹത്തെ പേടിപ്പിച്ചു നിർത്തിക്കൊണ്ട് സ്വന്തം സൂഫി പാരമ്പര്യത്തിൽ നിന്ന് രാജ്യത്തെ പിന്നോട്ട് വലിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെയാണ് അവിടെ ചില അസ്ഥിരതകൾ വന്നത്. അങ്ങനെ ഇസ്ലാമിക് അറബ് വൽകൃത രാജ്യമായ സുഡാനെ സ്വാഭാവികമായും പാരമ്പര്യവാദത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതിലൂടെയാണ് സുഡാനിൽ ഈ അസ്ഥിരതയും രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളുമൊക്കെ നടക്കാൻ കാരണം. ഉസ്താദ്, എങ്ങനെയാണ് സുഡാനിൽ അറബി ഭാഷ വന്നത്? ഇസ്ലാമിക രാജ്യമാണല്ലോ സുഡാൻ. അതെ. അപ്പോ ഇസ്ലാം എങ്ങനെയാണ് സുഡാനിലേക്ക് എത്തുന്നത്? അതൊരു നീണ്ട ചരിത്രമാണ് ഷാക്കിർ ഉസ്താദ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു AD 641 ഹിജ്റ 20 ഈജിപ്ത് കീഴടക്കി. അങ്ങനെ ഈജിപ്തിന്റെ വടക്ക് ഭാഗത്ത് വന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വാധീനം ഇംതദ്ദ തഅ്സീറുൽ ഇസ്ലാമി ജനൂബൻ നഹ്വ ബിലാദി നൗബ എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. അഥവാ ഈജിപ്തിൽ നിന്നും തെക്ക് ഭാഗത്തേക്ക് നൗബ രാഷ്ട്രം, നൗബ എന്നത് സുഡാന്റെ പഴയകാല പേരാണ്,
അപ്പോൾ നൗബ രാജ്യം അത് ത്വാബയിലൂടെ നമ്മൾ കടക്കുമ്പോഴുള്ള ഭാഗങ്ങൾ, ഈജിപ്തിലൂടെ ഇസ്രായേലിൽ നിന്ന് ത്വാബയിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ നൗബ എന്ന രാജ്യം, അവിടേക്ക് ഇസ്ലാമിൻ്റെ സ്വാധീനം മെല്ലെ മെല്ലെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരവും നിയോഗപ്രകാരവുമാണ് നടക്കുന്നത്. അഥവാ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു 21 തന്നെ, ഹിജ്റ 21 തന്നെ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ത്രിമൂർത്തികളുടെ നേതൃത്വത്തിൽ അവിടേക്ക് ഒരു സർവേ ക്യാമ്പയിനായി നിയോഗിച്ചു. അങ്ങനെ ആളുകൾ നൗബയിലേക്ക് പോവുകയും സുഡാനുമായി പല രീതിയിലുള്ള ചർച്ചകളും നടന്നു. അങ്ങനെ AD 652 അഥവാ ഹിജ്റ 31 അവസാനം ബുക്ത ഉടമ്പടി നടക്കുകയാണ്. സുൽഹ് ബുഖ്ത് എന്ന് നമുക്കറിയാം. ബുക്ത ഉടമ്പടി അഥവാ ബുക്ത ഉടമ്പടിയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ സുഡാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രവർത്തിക്കാൻ തയ്യാറായില്ല. വലിയൊരു യുദ്ധം നടന്നു. ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം, സുഡാനികളുമായി നടന്ന യുദ്ധം അത് ഭീകരമായ യുദ്ധമായിരുന്നു. ആ യുദ്ധം വളരെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവരെ ഒറ്റയടിക്ക് കീഴടക്കുവാനോ കേന്ദ്രീകരിക്കാനോ സാധിച്ചില്ല. അവസാനം ഗത്യന്തരമില്ലാതെ ബുഖ്ത് ഉടമ്പടിയിലേക്ക് സുഡാൻ നീങ്ങുകയായിരുന്നു. എത്രത്തോളം അതിൻ്റെ ഭാഗമായി മനുഷ്യ കടത്തുകൾ അഥവാ ഇസ്ലാമിക സാമ്രാജ്യത്തിന് ആവശ്യമായ, ഇസ്ലാമിക ലോകത്തിന് ആവശ്യമായ പട്ടാളക്കാരെയും സേവകരെയും വളണ്ടിയർ വർക്കേഴ്സിനെയും ഒക്കെ സുഡാനിലേക്ക് നിയോഗിക്കുവാനും അയക്കുവാനുമുള്ള ഒരു കരാറായിരുന്നു. അത് ഇസ്ലാമിക മുന്നേറ്റത്തിന് വലിയ സഹായമായി. അത് ജിബ്രാൾട്ടറിലേക്കും അതുപോലെ മെഡിറ്ററേനിയനിലേക്കും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലേക്കുമൊക്കെ ഇസ്ലാമിക സൈന്യത്തിൻ്റെ മുന്നേറ്റത്തിന് വലിയ ഒരു കാരണമായി മാറി. യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിലും ഇസ്ലാമിക സമൂഹത്തെ സഹായിക്കുന്ന രീതിയിൽ ഈ ഒരു കരാർ, ബുക്ത കരാർ മാറുകയുണ്ടായി. അങ്ങനെ പക്ഷേ ബുക്ത കരാറിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും യഥേഷ്ടം സുഡാൻ എന്ന രാജ്യത്ത് പ്രവർത്തിക്കുവാനും അവിടെ വർക്ക് ചെയ്യുവാനുമുള്ള അധികാരം ഉണ്ടായി. അങ്ങനെ മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ റളിയല്ലാഹു അൻഹു ഇവർ വീണ്ടും സുഡാനിൽ പല കച്ചവടക്കാരെ നിയോഗിച്ചു. അങ്ങനെ 8-9 നൂറ്റാണ്ടുകൾ, AD 8-9 നൂറ്റാണ്ടുകളിൽ ജുഹൈന ഗോത്രക്കാർ, റബിയ ഗോത്രക്കാർ, അതുപോലെ ബലി ഗോത്രക്കാർ തുടങ്ങിയ വിഭാഗങ്ങൾ സുഡാനിലേക്ക് കയറുകയും അവിടെ അറബി ഭാഷ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതെ, അതാണ് അറബി ഭാഷ വരാണ്ട്. അവിടെ അറബി ഭാഷ പ്രചരിപ്പിച്ചു. അവരുടെ മതം, അവർ യഥാർത്ഥത്തിൽ ഒരു ദുആത്തുകളായി. നമ്മുടെ കേരളക്കരയിലേക്കൊക്കെ വന്ന പോലെ സായുധം ഒന്നുമില്ലാതെ, ആയുധമല്ലാതെ കച്ചവടത്തിനും അതുപോലെ ദാവത്തിനുമായി വന്ന ആളുകൾ അവരുടെ ജീവിത രീതികൾക്ക് തന്നെ ഇവർക്ക് നല്ല ഒരു കണ്ണാടിയായി, ഒരു ജാലകമായി പ്രവർത്തിച്ചു. അങ്ങനെ സുഡാനിൽ ഒരുപാട് ഇസ്ലാമിക വിശ്വാസികൾ വർദ്ധിച്ചു. പക്ഷേ ഭരണകൂടം അപ്പോഴും അത് അമുസ്ലിങ്ങളുടെ കൈകളിൽ തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരിക്കലും ഒരു അടിച്ചമർത്തൽ ഭരണ രീതികളോ അല്ലെങ്കിൽ ഇതര മതക്കാരോടുള്ള വെറുപ്പോ പ്രകടിപ്പിക്കുന്നില്ലല്ലോ. മറിച്ച് അവിടെ വളരെ സുന്ദരമായ സമാധാനത്തോടുകൂടെയുള്ള ജീവിതമൊക്കെ തുടങ്ങി. അങ്ങനെ 14ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി സുഡാനിൽ ഫൗജ് ഭരണം അഥവാ ഫോഞ്ച് ഭരണകൂടം, സൽത്തനത്തു സർഖ, നീല പടയോട്ടം അല്ലെങ്കിൽ നീല പട്ടാളം അല്ലെങ്കിൽ നീല ഭരണാധികാരി. സർഖ എന്ന് പേര് വെക്കാൻ കാരണം നൈൽ നദിയുടെ സർഖാവും ബൈളാവും ഉണ്ട്. ഈ സർഖാന്റെ തീരത്ത് ഖർത്തൂം നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഫൗഞ്ച് ഭരണകൂടം രൂപീകരിക്കുകയും ഈ ഫൗഞ്ച് ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആദ്യത്തെ ഒരു ഭരണാധികാരം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അവിടെ തീജാനികളും ഖാദിരിയ തരീഖത്തുകാരും ഷാദുലി തരീഖത്തുകാരുമൊക്കെ വളരെ നന്നായി പ്രവർത്തിക്കുകയും മാത്രമല്ല ജാമിഅത്തുൽ അസ്ഹർ അഥവാ നമ്മുടെ ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ധാരാളം പണ്ഡിതന്മാർ ദാർഫൂറിലേക്കും അതുപോലെ തന്നെ അൽഫാഷിറിലേക്കും ഖർത്തൂമിലേക്കും ഒക്കെ പോവുകയും അവിടെ ഇസ്ലാമിക പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ ഒരു ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ സുഡാന് അറബ് ഇസ്ലാമിക, ഞാൻ നേരത്തെ പറഞ്ഞ ജുഹൈന ഗോത്രക്കാർ, റബിയ ഗോത്രക്കാർ, ഇവരുടെയൊക്കെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അവിടെ അറബി ഭാഷയുടെയും അതുപോലെ ഇസ്ലാമിക ഭരണത്തിന്റെയും ഒരു വരവിന് കാരണമായത് എന്ന് നാം മനസ്സിലാക്കാം. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഖുർആനിലോ ഹദീസിലോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലോ സുഡാനിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്? തീർത്തും. സുഡാനെ ഒരു ഹദീസിൽ കാണാം, ഇത്തഖിദു സുഡാൻ
നിങ്ങൾ സുഡാനുകാരെ നിങ്ങൾ സഹായം എടുക്കണം. എന്നിട്ട് ഇതിന്റെ വിശദീകരണത്തിൽ ഈ ഹദീസ് സംബന്ധമായ പല അഭിപ്രായങ്ങളും സ്വാഭാവികമായും എല്ലാത്തിനെ കുറിച്ചുമുള്ള ആ നാട്ടുകാരുടെ അല്ലെങ്കിൽ സൂഫി വചനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പല പല ചർച്ചകളും കാണാം. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. മറിച്ച് നമുക്ക് ഇങ്ങനെ കാണാം, ഇന്നഹും മിൻ റുആത്തിൽ ഇബിൽ, അവർ ഒട്ടകങ്ങളെ മേക്കുന്നവരാണ്. അല്ലദീന യസ്തഈനു ബിഹിമുൽ മുസ്ലിമൂന ഫീ ആഖിരി സമാൻ, അവസാന കാലങ്ങളാകുമ്പോൾ മുസ്ലിങ്ങൾ അവരെ കൊണ്ട് സഹായം തേടും. കാരണം അവർ കായിക ബലമുള്ളവരാണ്, അവർ ആരോഗ്യ ദൃഢഗാത്രരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് മുസ്ലിങ്ങൾ സഹായം തേടാനും സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇത്തഖിദു സുദാൻ, നിങ്ങൾ സുദാനുകാരുടെ സഹായം തേടുക. ഫഇന്ന സലാസതം മിൻഹും, നിശ്ചയം അവരിൽ നിന്ന് 3 പേർ മിൻ സാദാത്തി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരുടെ നേതാക്കളിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു ലുഖ്മാനുൽ ഹകീം, മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് അൻ-നജ്ജാശി, മഹാനായ നജ്ജാശി രാജാവ്. അതുപോലെ മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാങ്ക് വിളിക്കാരൻ കൂടിയായ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കം ഈ 3 പേർ സുദാൻകാരുടെ അല്ലെങ്കിൽ ഹബിഷീനിയക്കാരുടെ അല്ലെങ്കിൽ കറുത്ത വിഭാഗക്കാരുടെ സ്വർഗത്തിലെ നേതാവാണെന്ന് അസത്യത്തിന്റെ ലാഞ്ചന പോലും ചെഞ്ചുണ്ടിലൂടെ വരാത്ത ഷഫീഉൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അപ്പൊ സുഡാനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. മാത്രമല്ല സുഡാൻ എക്കാലത്തും വളരെ സമാധാനത്തോടുകൂടെ ഇസ്ലാമിക ദൗത്യവും പ്രബോധനവും നടത്തിയത്. പക്ഷെ സ്വാഭാവികമായും ഒരു ആഫ്രിക്കൻ രാജ്യം, വെളിച്ചം എത്താത്ത ഭാഗം, അതുപോലെ തന്നെ സഹാറ മരുഭൂമിയുടെ ഫയ്യൂമിന്റെ താഴ്വരകളൊക്കെ കടന്നുകൊണ്ട് ഒരുപാട് ദൂരം നിൽക്കുന്ന വലിയൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ പടിഞ്ഞാറൻ സ്വർണ്ണ കലികളുടെയും സ്വർണ്ണ സാമ്രാജ്യത്തിന്റെയും രാജ്യമായി നമുക്കറിയാം. 2011 തെക്കൻ സുഡാനും വടക്കൻ സുഡാനും 2 രാജ്യമായി മാറുകയുണ്ടായി. അപ്പൊ പെട്രോളിയത്തിന്റെ ഭാഗമൊക്കെ ഒരു ഭാഗത്തേക്ക് മാറി. ഇവിടെയാണെങ്കിലോ സ്വർണ്ണക്കനികകളും ധാതു ലവണങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കച്ചവട താല്പര്യത്തോടുകൂടെ ഈ പ്രധാനപ്പെട്ട പ്രദേശത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ആഗോള സാമ്രാജ്യ ശക്തികളെന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു, അദ്ദേഹം യഥാർത്ഥത്തിൽ സുഡാൻകാരനാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സൂറത്തുൽ ലുഖ്മാൻ, പരിശുദ്ധ ഖുർആനിലെ 114 സൂറകളിൽപ്പെട്ട സൂറത്തുൽ ലുഖ്മാൻ, അതിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഖുർതുബി തങ്ങൾ, ഇബ്നു കസീർ തങ്ങൾ അടക്കമുള്ള മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നതായി കാണാം. അവർ പറയുന്നു അന്ന ലുഖ്മാന കാന മിൻ അഹ്ലിൻ നൗബ. നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ അംർ ബിൻ ലാസ് റളിയല്ലാഹു അൻഹു കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ നൗബയിലെ പ്രതിനിധിയായിരുന്നു മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. ഔ മിനസ് സൂദാൻ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയുന്നു ഔ മിനസ് സൂദാൻ, അല്ലെങ്കിൽ സുഡാനിൽ നിന്ന് വന്നയാളാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നജ്ജാശി രാജാവ്, അദ്ദേഹം എത്യോപ്യക്കാരനാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം എറിത്രിയക്കാരനാണ് എന്നാണ് പ്രധാനമായ കണ്ടെത്തലുകൾ. അപ്പോൾ ഈ രാജ്യത്തിന്റെ 3 ഭാഗം, സുഡാൻ എന്നത് ഒരു പിൽക്കാലത്ത് രൂപീകരിച്ച ഒരു പ്രദേശമാണ്. എന്നാൽ അന്ന് അതൊക്കെ എത്യോപ്യയുടെ ഭാഗമാണ്. നമ്മുടെ നജ്ജാശി രാജാവിന്റെ കീഴിലുള്ള എത്യോപ്യ, എറിത്രിയ, ചാഡ് തുടങ്ങിയ ഈ വലിയ രാജ്യങ്ങളൊക്കെ ആഫ്രിക്കയിലെ വിശാലമായി കിടക്കുന്ന ഈ പ്രദേശം, ഇതൊക്കെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരമക്കളിൽപ്പെട്ട ഒരു മകനിലൂടെ വരികയും അങ്ങനെ നീണ്ട, അതൊക്കെ നമുക്ക് പിന്നീടുള്ള ചർച്ചയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ചുരുക്കത്തിൽ അവർ മുഴുവനും സ്വർഗത്തിലെ അവകാശികൾക്ക് 3 നേതാക്കൾ ഈ വിഭാഗം ആളുകൾക്കുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും അതിൽ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ സുഡാനിൽ നിന്നുള്ളവരാണെന്നും നമുക്ക് കാണാം. മാത്രമല്ല സുഡാനിൽ ഒരുപാട് സ്വഹാബത്തിന്റെ ഖബറുണ്ട്. മഹാനായ ഉബാദത്ത് ബിൻ സാമിത്ത്, അബ്ദുല്ലാഹി ബിൻ അബി സർഹ റളിയല്ലാഹു അൻഹു തുടങ്ങി ഒരുപാട് മഹാന്മാരുടെ ഖബറുകൾ അവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സൂഫി ലോകത്തിന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. മാത്രമല്ല മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ പോകുന്ന ഒരു രംഗമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. തങ്ങൾ ചോദിച്ചല്ലോ ഖുർആനിൽ വല്ല പരാമർശമുണ്ടോ? അപ്പോൾ ഈ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി സംഗമിക്കുന്ന സന്ദർഭത്തിൽ യൂഷ എന്ന ഒരു യുവാവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ആ യൂഷ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന മല ഇന്നും അവിടെയുണ്ട്. അതുപോലെ മൂസാ നബിയുമായുള്ള ചരിത്ര ബന്ധങ്ങൾ അവിടെയുണ്ട്. അതുപോലെ പല പല പ്രവാചകന്മാരും ഈ ദേശത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ടതായി ഖുർആനിക തഫ്സീറുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഒരുപാട് ശോഭന ചിത്രങ്ങളും ഒരുപാട് സമൂഹത്തിന്റെ നന്മകളും പ്രബോധനം ചെയ്ത ഒരു രാജ്യത്ത് ഈ ഒരു അസ്ഥിരതയും സംഘർഷവും ഇതൊക്കെ
ബാഹ്യ ശക്തികളുടെ ഇടപെടലുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും നമുക്ക് വിശാലമായി ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം. സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഷാക്കിർ ഹുദവി ഉസ്താദ് ഈ ചോദിച്ചതും ഇങ്ങനെ ഒരു അഭിമുഖം നടത്തിയതുമൊക്കെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു അമലാക്കി മാറ്റട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത സംസാരത്തിൽ നമുക്ക് കാണാം.